ഓണവിപണി ലക്ഷ്യമിട്ട് മദ്യവിൽപ്പന കൂട്ടാൻ നീക്കവുമായി ബെവ്കോ. ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാൻ സെൽഫ് സർവീസ് ഒരുക്കിയിരിക്കുകയാണ്. കൂടുതൽ ഔട്ട്ലെറ്റുകളിലും സെൽഫ് സർവീസ് ആരംഭിച്ചു. ഷോപ്പുകൾ വിപുലീകരിക്കാനും ആവശ്യമുള്ള ഇടങ്ങളിൽ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. മദ്യക്കുപ്പി തിരിച്ചു നൽകിയാൽ 20 രൂപ തിരികെ കൊടുക്കുന്ന പദ്ധതി അടുത്ത മാസം മുതൽ ആരംഭിക്കും. വിവരങ്ങളുമായി സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ. ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവിപണിയിൽ ബെവ്കോയ്ക്ക് ചാകരക്കാലമാണ്. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളാണോ ഒരുക്കുന്നത്? ഉറപ്പായിട്ടും സുജി, അങ്ങനെ തന്നെയാണ്. കാരണം ഓണം ക്രിസ്മസ് സീസൺ എന്നൊക്കെ പറഞ്ഞാൽ റെക്കോർഡ് വിൽപ്പനയാണ് ബെവ്കോ നടത്താറുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓണവിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് ബെവ്കോ ഇത്തവണയും ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സാധാരണ രീതിയിൽ ആളുകൾക്ക് എപ്പോഴും ഈ ഓണവിപണി ലക്ഷ്യമിടുന്നു എന്ന് പറയുമ്പോൾ സമയം കൂട്ടുമോ, സമയപരിധി കൂട്ടുമോ എന്നുള്ളതൊക്കെയാണ്. 9 മണിവരെയോ 11 മണിവരെയൊക്കെ ആക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഓണക്കാലം ഒക്കെ ആകുമ്പോൾ നല്ല ക്യൂ ഉണ്ടാകും എന്നുള്ളതാണ്. ആ ക്യൂ കുറക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബെവ്കോ ആലോചിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സെൽഫ് സർവീസ് എന്നുള്ളൊരു രീതിയിലേക്ക്, സാധാരണ രീതിയിൽ ചില ഔട്ട്ലെറ്റുകളിൽ ഇപ്പോഴും സെൽഫ് സർവീസ് നടക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ ഔട്ട്ലെറ്റുകളിലേക്ക് ആക്കുക എന്നുള്ളതാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. ഒരുപാട് ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ സെൽഫ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബെവ്കോ MD തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊന്ന് ജീവനക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ആവശ്യപ്പെടുന്ന വെയർഹൗസുകളിലേക്ക് കൂടുതൽ ജീവനക്കാരെ സജ്ജമാക്കുമെന്നുള്ളതാണ് MD അറിയിച്ചിരിക്കുന്നത്. പിന്നെ സൗകര്യമില്ലാത്ത ചില ഔട്ട്ലെറ്റുകളുണ്ട്. അത് സൗകര്യത്തോടു കൂടി വിപുലീകരിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എത്തി സെൽഫ് സർവീസ് ആണെങ്കിൽ പോലും കൂടുതൽ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വേറൊന്ന് സുജി പറഞ്ഞതുപോലെ തന്നെ 20 രൂപ ഈ കുപ്പി കൊടുത്താൽ 20 രൂപ തിരിച്ചു കിട്ടുമെന്നുള്ളത് അടുത്ത ജനുവരി മാസത്തോടെ തുടങ്ങുമെന്നുള്ളതായിരുന്നു. പക്ഷേ ട്രയൽ എന്ന രീതിയിൽ അടുത്ത മാസം മുതൽ തന്നെ അത് തുടങ്ങുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും ഒപ്പം കണ്ണൂരിലുമായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കുക. അതായത് ഒരു കുപ്പിക്ക് 20 രൂപ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ കുപ്പി മദ്യം കഴിച്ചതിന് ശേഷം ആ കുപ്പി തിരികെ കൊടുക്കുകയാണെങ്കിൽ, അതേ ഔട്ട്ലെറ്റിൽ കൊടുക്കുകയാണെങ്കിൽ 20 രൂപ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു മാറ്റം കൂടി ഏതായാലും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓണമൊക്കെയാണ്, നല്ല ക്യൂ ഉണ്ട് എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടാണ് ഈ സെൽഫ് സർവീസ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നുള്ളത് MD തന്നെ അറിയിക്കുന്നത്. സുജയ. ഓക്കെ, സുനിഷ അയലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.